മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 15-ാം തിരുവചനം, മാർക്കോസ് 6:7, ലൂക്ക 10:19, ലൂക്ക 4:32, 8:27, 9:37, 13:11 കർത്താവ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതും ഇഷ്ടംപോലെ വചനം ശിഷ്യന്മാർക്ക് കൊടുത്ത അധികാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഓർക്കുക, അതെല്ലാം അതുപോലെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ ജീവിതവും ജീവിത യാത്രകളും സഹനപൂർണമായിരിക്കും. കാണുന്ന പോലെ എളുപ്പമല്ല. അവർ നാട് മുഴുവൻ കുത്തിയിളക്കി നടക്കുന്നവരായിരിക്കില്ല. നാട്ടിൽ മുഴുവൻ ബഹളം കൂട്ടി ആൾക്കാരെ മുഴുവൻ കൂട്ടി അവരിൽ നിന്ന് ദശാംശം അടിക്കാൻ നിൽക്കുന്നവരായിരിക്കില്ല. ഒരു സംശയവുമില്ല. ദൈവത്തിന്റെ കൃപകൾ എപ്പോഴും സാവധാനമേ മുകളിലേക്ക് വരികയുള്ളൂ. അതിനൊരു പരിമിതി ഉണ്ടാകും. അല്ല എങ്കിൽ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുകയും നൂറുകണക്കിന് അത്ഭുതങ്ങൾ നടത്തുകയും ചെയ്ത ക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ട കാര്യമുണ്ടോ? അതേ ആൾക്കാരിലൂടെ തന്നെ ഇല്ല. അന്ന് എത്ര ശതമാനം ആൾക്കാർ മാനസാന്തരപ്പെട്ടവൻ ദൈവപുത്രനായിരുന്നു ഉൾക്കൊണ്ട് കൂടെ കൂടിയിട്ടുണ്ട്? വളരെ ചുരുക്കം അല്ലേ? ശിഷ്യന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം അല്ലേ? ജീവിച്ചു മരിച്ച് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവം ഇതാണെങ്കിൽ ഈ തലമുറയിലും എങ്ങനെയായിരിക്കും ക്രിസ്തുവിന്റെ പ്രവർത്തനം എന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. അതിനാണ് നിങ്ങൾക്ക് വചനം തന്നിരിക്കുന്നത്. അതിനാണ് നിങ്ങൾക്ക് പരമ്പരാഗതമായ ശുശ്രൂഷകൾ തന്നിരിക്കുന്നു. നിങ്ങൾ ഓർക്കുക, ഒരു ക്രിസ്ത്യാനി കുഞ്ഞ് ജനിക്കുമ്പോഴേ അവനെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് കൊന്തയൊക്കെ. അവൻ ആ കൊന്തയൊന്ന് മുറുകെ ചെല്ലാൻ, ആ മാതാവിനോടൊന്ന് മധ്യസ്ഥ അപേക്ഷിക്കാൻ അവന് കഴിയാറില്ല പലപ്പോഴും. മറ്റുള്ളവർ ചിലപ്പോൾ ചോദിക്കും, മാതാവ് ആരാ, ക്രിസ്തു ആരാ, അത്ഭുതം ആരാന്നൊക്കെ ചോദിക്കും. ആയിക്കോട്ടെ, അത് ഈ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലുണ്ട്. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ 100% സത്യസന്ധമായി ആത്മാക്കളെ നേടാൻ വേണ്ടി ലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇത് കടന്നുപോകലിന്റെ കാലഘട്ടത്തിന്റെ തുടക്കമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട്, പറ്റിക്കുന്ന പദ്ധതികൾ നിർത്തിക്കൊണ്ട് തമ്പുരാന് വേണ്ടി ആളെ സ്വീകരിക്കാൻ മനുഷ്യൻ തയ്യാറാകണം. ഏതേലും രീതിയിൽ കൃപ കിട്ടിയ സമൂഹങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നിങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെയും സംവിധാനങ്ങളുടെയും നേട്ടത്തിന് വേണ്ടി നമുക്ക് തോന്നുന്നത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് സ്വയം നശിച്ചു പോകാൻ ഇടവരുത്തരുതേ. ഞാൻ ക്രിസ്ത്യാനികളോട് വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് പരമ്പരാഗതമായി കിട്ടിയ പ്രാർത്ഥനാ രീതികൾ, ശുശ്രൂഷാ രീതികൾ, വചനം നിങ്ങൾ ഉൾക്കൊണ്ട് സ്വയം ശക്തരാകാൻ ശ്രമിക്കുക. കൃപയുണ്ടെന്ന് തോന്നുന്നതും നല്ല ദൈവികത ഉള്ളതെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളതുമായ മനുഷ്യരുടെ അടുക്കൽ നിന്ന് നിങ്ങൾ ശുശ്രൂഷ സ്വീകരിക്കുക. അത് മാത്രമേ നിങ്ങൾക്ക് നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, മാർക്കോസ് 3:15 മുതൽ ഇങ്ങോട്ട് പറഞ്ഞ എല്ലാ വചനങ്ങളും എടുത്ത് വായിക്കുക. കർത്താവ് കൊടുത്ത അധികാരങ്ങൾ എങ്ങനെയാണ് മനുഷ്യരിൽ പ്രാവർത്തികമാകുന്നത്, അത് പ്രാവർത്തികമാക്കാൻ പോയ വ്യക്തികൾ എന്ത് സ്വാർത്ഥതയാലും അതിൽ നിന്ന് നേടിയിട്ടുണ്ടോ എന്ന് വിലയിരുത്തണം. അതുപോലെ തന്നെയാ ഇന്നും ദൈവത്തിന്റെ ഒരു പദ്ധതിയും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും നേട്ടത്തിന് വേണ്ടിയും അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയും വിൽക്കാൻ തമ്പുരാൻ കൂട്ടുനിൽക്കില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിന് വലിയ വില കൊടുക്കേണ്ട വരും. പരമ്പരാഗതമായി ഈ ലോകത്തുനിന്ന് കടന്നുപോയ ഒരു വിശുദ്ധരായി തീർന്നത് പരിശുദ്ധ കുർബാന എന്ന മഹാ അത്ഭുതത്തിൽ നിന്ന് തന്നെയാണ്. വേറെ ഒരു ഗിമ്മിക്കുകളിൽ നിന്നും അല്ല എന്ന് മനസ്സിലാക്കണം. നമ്മുടെ സഭയിൽ നിലനിൽക്കുന്ന മനുഷ്യർക്കേലും അത് തിരിച്ചറിവ് വേണ്ടേ? മറ്റുള്ളവർ വേണമെങ്കിൽ ചോദിക്കാം, ആരാ വിശുദ്ധർ, എങ്ങനെ ഉണ്ടായി, സഭയുണ്ടാക്കി എന്നൊക്കെ അവർക്ക് തീരുമാനിക്കാം. അത് അവരുടെ ഇഷ്ടം. പക്ഷെ ആ മരിച്ചുപോയ വിശുദ്ധന്റെ ജീവിതവും അവന്റെ ജീവിത ശൈലികളും എന്താണെന്നോ അത് ഈ പറയുന്നവരുടെ ജീവിതത്തിൽ നിന്ന് പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്നും അവരൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്.